നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. പഴയ സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അവസരം മുതലെടുത്ത് മുൻവശത്തുകൂടിയോ പിൻവശത്തുകൂടിയോ വീടിനകത്തോ കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുന്നു. ഇതാണ് സ്ത്രീകളുടെ മോഷണ രീതിയെന്ന് പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും ഇത്തരമൊരു സംഭവം ഉണ്ടായെന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് 20 പവൻ സ്വർണ്ണമാണ് നഷ്ടമായത്. അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക, അവശ്യ സന്ദർഭങ്ങളിൽ 112 എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കുക എന്നും പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസ് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ്: വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക. പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2-3 സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമായി വീട്ടിലേക്ക് എത്തുന്നു. ശേഷം ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം വീടിന് സമീപം അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ വെക്കുന്നു. തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെല്ലിൽ അമർത്തുകയും മറ്റു 2 സ്ത്രീകൾ വീടിന്റെ 2 വശങ്ങളായി മാറി നിൽക്കുകയും ചെയ്തു. വാതിൽ തുറക്കുന്ന ആളിനോട് താൻ ആക്രി പെറുക്കാൻ വന്നതാണെന്ന് പറയുകയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്ക് നല്ല വില തരാമെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവർ ഈ സമയം വളരെ നല്ല രീതിയിൽ വീട്ടുടമയോട് ഇടപഴകാൻ തുടങ്ങും. ബാക്കി 2 സ്ത്രീകൾ ഈ അവസരം മുതലെടുത്ത് മുൻവശത്തുകൂടിയോ പിൻവശത്തുകൂടിയോ വീടിനകത്ത് കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുന്നു. കോളിംഗ് ബെൽ അടിച്ച ശേഷം വീടുകളിൽ ആരുമില്ല എന്ന് മനസ്സിലായാൽ പുറത്തു കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. ഇത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സിറ്റിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20 പവൻ സ്വർണ്ണമാണ് അവിടെ നഷ്ടമായത്. അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക, അവശ്യ സന്ദർഭങ്ങളിൽ 112 എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമാനമായ സംഭവം ഉണ്ടായത്. വീടുകളിൽ അതിക്രമിച്ചു കയറി ആക്രി സാധനങ്ങൾ കവർന്നെടുക്കുന്ന സംഘം തത്തപ്പള്ളി, കൈതാരം മേഖലകളിൽ പിടിമുറുക്കുകയാണ്. ആളൊഴിഞ്ഞ വീടുകളിൽ മതിൽ ചാടി കടന്നും ആളുള്ള വീടുകളിൽ വീട്ടുകാരുടെ വിലക്ക് മറികടന്നുമാണ് ആക്രി സംഘങ്ങൾ സാധനങ്ങൾ കവരുന്നത്. കഴിഞ്ഞ ദിവസം തത്തപ്പള്ളി മേഖലയിൽ പണി നടക്കുന്ന വീട്ടിലെത്തിയ സംഘം ഇരുമ്പ് കമ്പികൾ അടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞു. ഉന്തുവണ്ടികളുമായി കറങ്ങി നടന്ന് ആക്രി സാധനങ്ങൾ പെറുക്കുന്ന തമിഴ്നാട് സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ആക്രി സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘം കൈതാരം മേഖലയിലെ പല വീടുകളിലും എത്തിയിരുന്നു. എന്നാൽ ഇവരോട് ഒന്നും കൊടുക്കാനില്ലെന്ന് പലരും പറഞ്ഞിട്ടും പോകാതെ സമീപം ചുറ്റിക്കറങ്ങിയ ശേഷം സംഘം വീടിന് സമീപം വയ്ക്കുന്ന ഇരുമ്പ് പൈപ്പുകളും പഴയ പാത്രങ്ങളും എടുത്തുകൊണ്ട് പോയതായും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖല കേന്ദ്രീകരിച്ചും ആക്രി സംഘങ്ങളുടെ ശല്യം കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്.